വാഴച്ചൂല ഹാഷിറിനും ഇപ്പോഴാണ് കല്യാണം. 10th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ 10th വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് രണ്ടുപേർക്കും ഈ കല്യാണം ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യാത്ത പോലെ. കാരണം ഒരുപാട് തിക്കും തിരക്കുമല്ലേ, ടെൻഷനും പ്രഷറും ഒക്കെ ആയിട്ട്. എനിക്ക് ആ സമയത്ത് കുറെ ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന്റെ കുറെ കാര്യങ്ങൾ ഓർമ്മ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സാധനം. മാത്രമല്ല അതേ നടയിൽ പോയിട്ട് ഒന്നുകൂടി മാല ഇടാം എന്നുള്ളൊരു പ്ലാൻ. അപ്പൊ അതുകൊണ്ടാണ് എന്നോട് ഹാഷിറിന്റെ ഉമ്മ ഞാനല്ലാതെ പിന്നെ വേറെ ആരും. എപ്പോഴെങ്കിലും പാർട്ട്ണറിന് വിയേർഡ് നിക്നെയിംസ് കൊടുത്തിട്ടുണ്ട്? നിക്നെയിം അല്ല, തമാശക്ക് തോറ്റു കൊടുക്കുമല്ലോ. ആ സമയത്ത് എന്നെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കും. കാക്കയുടെ മൂത്ര അശ്വതി കുളിച്ചു. പക്ഷെ എന്റെ ഗതികേടോ പറയാം. ഇനിയിപ്പോ നാളെ വേറെ പേജ് വരും, വാഴ 2 ആക്ട്രസ് കാക്കയുടെ ശരിക്കും കാക്കക്ക് മൂത്രമുണ്ടോ? അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ സാധനം പറയുന്നത്. ഇല്ലല്ലേ? ഇല്ലല്ലോ. ആ വൈറ്റ് കാഷ്ടത്തിനായിരിക്കും ഉദ്ദേശിച്ചത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെയൊക്കെ, അതായത് നമ്മൾ ഇത്ര നാളും തിയേറ്ററിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയിലെ നമ്മുടെ സ്വന്തം ഒരാളാണ് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ആൾ മാത്രമല്ല, ആളുടെ ഹസ്ബൻഡും ഉണ്ട്. സിനിമയുടെ വിശേഷങ്ങൾ മാത്രമല്ല, വേറെ പുതിയതായിട്ട് കല്യാണം കഴിച്ചോ എന്താ സംഭവം എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം അശ്വതി ചന്ദ് ആൻഡ് ഹർ ഹസ്ബൻഡ് കിഷോർ. ഹലോ, ഹായ്, വെൽക്കം. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് അല്ല, അത് 10th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ 10th വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ചടങ്ങ്. ഞങ്ങളല്ല ചടങ്ങ് നടത്തുന്ന അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല എന്നുവെച്ചാൽ മുന്നേ, അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത്, നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഈ കല്യാണം ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യാത്ത പോലെ. കാരണം ഒരുപാട് തിക്കും തിരക്കുമല്ലേ, ടെൻഷനും പ്രഷറും ഒക്കെ ആയിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം നല്ല പ്രഷർ, ഞാൻ ഒറ്റ മോനായിരുന്നു, ഒരു മോനാണ്. അപ്പൊ വേറെ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു പുള്ളിക്ക്. എനിക്ക് ആ സമയത്ത് കുറെ ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന്റെ കുറെ കാര്യങ്ങൾ ഓർമ്മ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സാധനം. മാത്രമല്ല അതേ നടയിൽ പോയിട്ട് ഒന്നുകൂടി മാല ഇടാം എന്നുള്ളൊരു പ്ലാൻ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് 5 വർഷം കൂടുമ്പോ ഇടാന്നുള്ളതായിരുന്നു. പക്ഷെ 5ാമത്തെ വർഷം നടന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് തീരുമാനിച്ചു, എന്തൊക്കെ വന്നാലും 10ാമത്തെ വാർഷികത്തിന് നടയിൽ, ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഞങ്ങൾ പരസ്പരം മാല അണിയാം എന്നുള്ളത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിലൊന്നും വാഴച്ചൂല ഹാഷിറിനും ഇപ്പോഴാണ് കല്യാണം. അത് ഭയങ്കര ചർച്ചയായി പോയി. അതിന്റെ ക്രെഡിറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ മാത്രം ഇങ്ങനെ ജസ്റ്റ് പോയി മാല ഇടണം എന്ന് മാത്രമേ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെക്കാളും മുന്നേ അമ്പലത്തിൽ പോയി അവിടുന്ന് റെസിപ്റ്റ് ഒക്കെ എടുത്ത്, ഇത് ഇങ്ങനെയല്ല വേണ്ടേ, നേരെ മണ്ഡപത്തിൽ കയറി നിങ്ങൾ മാല ഇടണം എന്നൊക്കെ പറഞ്ഞ അവരുടെ പ്ലാൻ ആയിരുന്നു. അത് ശരിക്കും മണവാളിനെയും മണവാട്ടിനെയൊക്കെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞാനങ്ങനെ പോയത്. ഞാനൊക്കെ നോർമൽ ഒരു ഷർട്ട് അല്ല, ഞാൻ എന്റെ അതിലുടുത്തിരിക്കുന്ന സാരി അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരി അമ്മ മേടിച്ചിട്ട് ഞാൻ അവിടെ പോയി എനിക്ക് കണ്ടപ്പോ ഞാൻ അമ്മയോട് ചോദിച്ചു, അങ്ങനെ അമ്മ എനിക്ക് തന്നതാ. അപ്പൊ ഞാനത് ഇതുവരെ ഉടുത്തിട്ടുണ്ടായില്ല. അപ്പോ ഞാൻ ഓർത്ത് എന്നാ പിന്നെ എന്തായാലും അത് ഉടുക്കാന്ന് വിചാരിച്ചു. ബ്ലൗസ് പോലും ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ഞാൻ പോയിട്ട് സെറ്റ് ചെയ്തതാ. കാരണം ഇത് ഇങ്ങനെ കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനും ഇല്ലാതിരുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം പെട്ടെന്ന് അത് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഹെയർ മാത്രം പുറത്തുനിന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെ ചെയ്തതായിരുന്നു. ഹെയർ മാത്രം ഞാൻ പുറത്തൊരു പാർലറിലൊന്ന് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ പാർലറിൽ ഇരിക്കുമ്പോൾ എന്നെ ഞങ്ങളുടെ കൂടെ സ്കിറ്റൊക്കെ കളിക്കുന്ന മായ ചേച്ചി ഉണ്ടല്ലോ, മായ ചേച്ചിയും പ്രഭ്യേട്ടനും കൂടിയിട്ട് വിളിക്കുന്നു. വിളിച്ചിട്ട് എടാ നമുക്കിങ്ങനെ
ഇതിന്റെ ഉള്ളിൽ ചെയ്താലോ എന്ന് ചോദിച്ചു. ചേച്ചിക്ക് നാദസ്വരമൊക്കെ വായിക്കുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞു മായ ചേച്ചി. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ ചെയ്തിട്ട് ഓടിപ്പോയിട്ട് ഫുൾ പരിപാടി അങ്ങ് മാറ്റി. എന്നിട്ട് എനിക്ക് പുതിയ വേറെ നോർമൽ വീട്ടിൽ കൊടുക്കുന്ന, ഞാൻ മുണ്ട് കൊടുക്കുന്ന ആളൊന്നല്ല, നോർമൽ വീട്ടിൽ കൊടുക്കുന്ന ഒരു ചെറിയൊരു കോടിമുണ്ട് പോലത്തെ സാധനമാണ് എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും പുതിയ മുണ്ട് വരുന്നു. എന്റെ ഒരു അനിയന്റെ സ്ഥാനത്ത് ഒരു കുട്ടിയുണ്ട്, അയാള് പോയിട്ട് മറ്റേ മേൽമുണ്ട് മേടിച്ചു കൊടുത്തത്. മുണ്ട് ഗുരുവായൂരുള്ള ഒരു ചേട്ടനുണ്ട്, മഹേഷ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങനെയൊക്കെ രക്ഷയില്ല. അവര് പോയിട്ട് ഓരോന്ന് നോക്കുമ്പോ ഞാൻ അവിടെ കല്യാണ ചെറുക്കനായിട്ടുണ്ട്. ഞാനും ഞെട്ടിപ്പോയി. എല്ലാരും ഇതെന്തത് കല്യാണം അല്ല, എന്നോട് അവിടെ വെച്ച് തന്നെ കുറെ പേര് ചോദിച്ചുട്ടാ, ഇപ്പോഴാണ് സെക്കൻഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചു എന്നോട്. കാരണം മുന്നേ കല്യാണം കഴിച്ചതല്ലേ, ഇപ്പൊ സെക്കൻഡ് മാരേജ് ആണോ അതോ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതാണോ, ഇപ്പോഴാണോ കല്യാണം കഴിക്കുന്നത്? അത് കണ്ടു കഴിഞ്ഞാ ഞങ്ങളുടെ വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഞങ്ങള് വിചാരിച്ചു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും അങ്ങനെ വിചാരിച്ചു. കമന്റ് കണ്ടപ്പോഴാ മനസ്സിലായി. ഞാൻ എന്നിട്ട് അതിലെല്ലാത്തിലും കയറി കമന്റ് ചെയ്തു, ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവിടെ തന്നെ പോയി ഒന്ന് മാല ഇടണമെന്ന് ഓർത്തിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. ചടങ്ങ് ഗംഭീരാക്കിയത് ഇവരാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മായ ചേച്ചി പ്രബിൻ ചേട്ടനും ഒരു രക്ഷയില് അതുകൊണ്ട് മൊത്തത്തില് പക്ഷെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10-11 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ആവുന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാ ചാനലിലും ആശുണ്ണമ്മയുടെ കല്യാണം കൊറേ പേരൊക്കെ എന്നിട്ട് എനിക്ക് ഷെയർ ചെയ്തു, നീ രണ്ടാമത് കല്യാണം കഴിച്ച വിവരം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ശരി, ഭയങ്കര സന്തോഷായിരുന്നു, കണ്ണ് നിറഞ്ഞു ഞങ്ങളുടെ രണ്ടാമത്. അതെ, അതാണ് ഏറ്റവും അന്ന് മിസ് ചെയ്ത ഫീലൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കിട്ടി. മിസ് ചെയ്തപ്പോ അന്ന് എന്തൊക്കെയാ മിസ് ചെയ്തേ? അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് വലുതായിട്ട് കുഴപ്പമുണ്ടായില്ല, കാരണം എന്റെ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാം ചെയ്യുന്നത്. എനിക്കാണ് കുറച്ചുകൂടി ഫീൽ ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് അങ്ങനത്തെ തിക്കും തിരക്കായിട്ട് നിൽക്കുന്നു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ഏകദേശം 300 കല്യാണങ്ങൾ നടക്കുന്ന ദിവസമാണ്. മുഹൂർത്തം അങ്ങനെയായിരുന്നു. അതിന്റെ ഒരു തിക്കും തിരക്കുണ്ട്. പോയിട്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് ഓടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ബ്ലാങ്ക് ആയി പോയി. ഓർമ്മയില്ലേട്ടാ, പലപ്പോഴും ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് അന്നിങ്ങനെയൊക്കെ നടന്നില്ലേ. അപ്പോഴേ ടെൻഷനല്ലേ, കെട്ടുന്നതും ആ മൊമെന്റ് ഒന്നും അങ്ങനെ എന്താ പറയാ ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല പുള്ളിക്ക്. എനിക്ക് കുഴപ്പമില്ല, പുള്ളിക്കാണ് എനിക്ക് കാരണം അല്ല അച്ഛനമ്മ എന്റെ അച്ഛനമ്മ ഇല്ലല്ലോ കാര്യങ്ങൾ നോക്കുന്നത്, അപ്പൊ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും ടിപ്പിക്കൽ സിംഗിൾ ഒരാളുള്ളൂ, അപ്പൊ പിന്നെ രക്ഷയില്ല, നമ്മൾ തന്നെ ഓടണം. അതിന്റെ ഒരു കാരണം കൊണ്ട് സംഭവിച്ചതാ. പക്ഷെ ഇത് ഒരു രക്ഷയില്ല, മറക്കാനല്ല, ഇനി എന്ത് സംഭവിച്ചാലും ആ ഓർമ്മമായില്ല എന്നുള്ള രീതിയിലേക്ക്. ഈ രണ്ടാമത് അങ്ങനത്തെ ഡ്രസ്സപ്പ് ചെയ്ത് നിക്കുമ്പോ, അതായത് നമ്മൾ ഫോട്ടോഷൂട്ടിനൊന്നും അല്ല, ശരിക്കും മാല ഇടാൻ വേണ്ടി നിക്കുവല്ലേ, അപ്പൊ എന്തായിരുന്നു മനസ്സിൽ? എനിക്ക് വിറക്കുണ്ടായിരുന്നു മാലയിടുമ്പോ. ആൾക്ക് വിറക്കുണ്ടായിരുന്നു, എനിക്ക് വിറക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യം കല്യാണം ഉള്ളൂ, ബാക്കിയെല്ലാം അത് തന്നെയായിരുന്നു. മാലയിടുന്നു, കുങ്കുമം ഇടുന്നു, ഒക്കെ ചെയ്യുന്നു. അമ്മയായിരുന്നു, അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പൊ അമ്മയും ചേച്ചിയാണ് വന്നത്. അപ്പൊ അമ്മയോട് കൈ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ ശരിക്കും ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ അതേ ഫീൽ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, കണ്ണ് നിറഞ്ഞെന്നൊക്കെ പറയില്ല. കുട്ടിയല്ലേ ഫോട്ടോയിലുണ്ടായേ? അല്ല, എല്ലാരും അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ വരും, കുട്ടിയുടെ ഒരു ഭാഗ്യം അച്ഛനമ്മയുടെ എല്ലാരും അങ്ങനെ തന്നെ വിചാരിക്കണേ. പക്ഷെ അത് ഞങ്ങളുടെ ബ്രദറിന്റെ കുട്ടിയാണ്, മഹേഷ് ചേട്ടന്റെ കുട്ടി. ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂരുള്ള മഹേഷ് ചേട്ടന്റെ കുട്ടിയാണത്. അപ്പൊ ഞങ്ങള് പാപ്പന്റെ മേമ്മയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കണത്, കുട്ടീനെ അങ്ങനെയാണ്. അപ്പൊ അവൾക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായ കാരണം ഒരുപാട് പേര് അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. കുട്ടി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി കുട്ടികൾ ഇല്ല എന്നുള്ളത് ഒരു ഒട്ടുമിക്കവർക്കും അറിയാം. അപ്പൊ അത് കാരണം കുഞ്ഞ് അധികം പ്രായമില്ലല്ലോ, കുഞ്ഞു ഭാവിയല്ലേ, അപ്പൊ 1 വയസ്സായിട്ടേ ഉള്ളൂ. പിന്നെ റീസെന്റ് ആയതാണ്, അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി. അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ വരുന്നത് അതായിരുന്നു, വലുതായി കഴിയുമ്പോ ഫോട്ടോസ് ഒക്കെ കാണുമ്പോ അതായിരുന്നു ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഇത് 10ാമത്തെ ആ ഒരു വാർഷികത്തിൽ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇനി കുറച്ച് വർഷം കഴിയുമ്പോ ഇത് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, 10ാമത്തെ വർഷത്തിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അടുത്തൊരു 10 വർഷം ആവുമ്പോ ചിലപ്പോ ചെയ്യുമായിരിക്കും. 25 ചെയ്താലോ ചെയ്യുമായിരിക്കും അറിയില്ല. എന്തായാലും
ഇത് ചെയ്യണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. അടിപൊളി. അതാ ഇത് അത്ര ആഗ്രഹിച്ച് ചെയ്തതാണ്. ഞാൻ എന്നിട്ട് ആളോട് പറഞ്ഞേ, കിച്ചനോട് പറഞ്ഞേ, കിച്ചൻ ഇനി ചിലപ്പോൾ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിത് ചെയ്യുമ്പോൾ ആളുകൾ അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം നമ്മുടെ എന്താ പറയുക അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കുമോ എന്നൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കിച്ചനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. പക്ഷെ ഇത് ഞങ്ങള് നേരത്തെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ്. 5 വർഷം ആവുമ്പോ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ 5 വർഷത്തിന്റെ അപ്പൊ നടന്നില്ല, എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, നടന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് 10ലേക്ക് മാറ്റിയത്. ഇപ്പൊ വാഴനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ രണ്ടുപേരും പ്രൊഫഷണലി ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ചേട്ടനോടാണ് ചോദിക്കാം. ഇപ്പൊ ചേച്ചി ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഷോസ് ചെയ്യുന്നുണ്ട്, ഫിലിംസിലാണെങ്കിലും ഇപ്പൊ എല്ലാ കൈൻഡ് ഓഫ് സാധനങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആസ് ഒരു ആർട്ടിസ്റ്റ് ഏത് കാര്യത്തിലാണ് കുറച്ചുകൂടി ഇഷ്ടം? ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുന്നതിലാണോ, ഷോസ് ചെയ്യുമ്പോഴാണോ, സിനിമ ചെയ്തപ്പോഴാണോ? ആക്ടിങ്, ഈ ആക്ട്രസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇയാൾ പിന്നെ സ്റ്റേജിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുന്നിലൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ ട്രാൻസ് ആണ് എല്ലാ സ്പോർട്ടും. ഇപ്പം ഞാൻ ആക്ച്വലി നാടകം ചെയ്യുന്ന പോലെ ഒരു ഇയാളെ ഒറ്റയടിക്ക് വേറെ സാധനമായി പോകും. നമുക്ക് ഇപ്പൊ നാടകം ഞങ്ങൾ 2 മണിക്കൂർ നാടകം നിന്ന് അടിക്കാന്ന് വെച്ചാൽ അവിടെ നിന്ന് ആയിക്കോളും, നമ്മൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ഒരു വർക്ക് കഴിഞ്ഞിട്ട് 2-3 വർക്കുകൾ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ ഇതിലൊക്കെ നോക്കി ഇയാളങ്ങ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ അയാളെ കയറി അങ്ങ് വിട്ടാൽ മതി. എനിക്ക് ഞാൻ അതിൽ ഓക്കെയാണ്. അതുപോലെ ഇയാൾ പ്രസന്റ് ചെയ്യാൻ, കഥകളൊക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ച് നമുക്ക് പറഞ്ഞു തരും. അത് ഭയങ്കര കഴിവാണ്. കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും കഥ പറയാൻ പറ്റില്ല. കഥ പറയാൻ ഒരു ടാലന്റ് വേണം. അത് കേൾക്കുന്ന ആൾക്കാർ അത് ഫീൽ ചെയ്യണം. ഇവള് ഇങ്ങനെ പൊട്ടും പൊടിയൊക്കെ വെച്ച് നമ്മൾ സ്ക്രിപ്റ്റും അങ്ങനെയാണല്ലോ ഇതൊക്കെ പൊട്ടും പൊടിയൊക്കെ വെച്ചിട്ട് ഈ സാധനം പ്രസന്റ് ചെയ്യും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഈ ഏരിയ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് തന്നെയാണ് ഇഷ്ടം, ഇത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നോട് പറയാറില്ല. അതാ മുഖത്തെ എക്സ്പ്രഷൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ വാഴ 2ലേക്ക് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ചെയ്ത ഇപ്പൊ ഇനിയിപ്പോ അശ്വതി എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ ഒരു കിരീടത്തിലൊരു പൊൻതൂവലായിട്ട് മാറിയില്ലേ വാഴ 2 അപ്പൊ എന്താണ് അതിന്റെ കാരണം? ഞാൻ നേരത്തെ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു നമുക്ക് മീനിനെ കൊല്ലുന്ന സീൻ കണ്ടപ്പോ നല്ല ദേഷ്യം തോന്നി. പക്ഷെ ലാസ്റ്റ് ആ മക്കളെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഞങ്ങളും അത് നോക്കി ചിരിച്ചു, അങ്ങോട്ട് ഇട്ടു. അറിവില്ല, ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിയല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു എങ്ങനെയുണ്ടായിരുന്നു വാഴ 2? കാരണം ഇപ്പൊ 200 crore കഴിഞ്ഞ് നിൽക്കുവാണോ, എല്ലാരും ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലും പുതിയ സിനിമകൾ റിലീസ് ആയിട്ടും വാഴ 2 അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ റീൽസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ കൊണ്ടുപോയി കത്തിച്ച്. അപ്പൊ നിങ്ങളുടെ ഒരു പോസ്റ്റ് വരുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു ലൈക്സും കമന്റ്സും ഷെയർ ഒക്കെ നോക്കുകയാണെങ്കിലും ഫുൾ കത്തി നിൽക്കുക ഇൻസ്റ്റയിൽ. എങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെ വന്നേ? വാഴയുടെ ഒരു ഭാഗമായത് എങ്ങനെയാ? അത് അതിന് തൊട്ട് മുന്നത്തെ മൂവി വ്യസന സമേതം ബന്ധുമിത്രാദികൾ, അതിനകത്ത് അനശ്വര രാജന്റെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ അതുവഴിയാണ് വാഴയിലേക്ക് വന്നത്. കാരണം നമ്മുടെ ഇതിന്റെ ഡയറക്ടർ വിപിൻ ദാസ് സാറാണ്. അതില് പ്രൊഡക്ഷനിലെ ഒരാളായിരുന്നു, പ്രൊഡ്യൂസറിൽ ഒരാള് വിപിൻ ദാസ് സാറായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് വന്നതുകൊണ്ടാണ് അതിൽ നിന്ന് എന്നെ ഇതിനകത്തോട്ട് കാസ്റ്റ് ചെയ്തത്. കാരണം ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം റിലീസല്ല, ഫസ്റ്റ് ഡബ് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രിവ്യൂ ഉണ്ടല്ലോ, അതിവര് കാണുമല്ലോ എല്ലാവരും. അന്നേരം കണ്ടിട്ട് അന്ന് തന്നെ എന്നെ വിപിൻ ദാസ് സാർ വിളിച്ചായിരുന്നു. എന്നിട്ട് എന്നോട് ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞ് ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് അശ്വതി ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് സാർ എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു. അന്ന് സാർ പറഞ്ഞിരുന്നു തുടർന്ന് നമ്മുടെ എല്ലാ വർക്കുകളിലും അല്ലെങ്കിൽ തുടർന്നുള്ള വർക്കുകളിൽ അശ്വതി ഉണ്ടാവും എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം വാഴയെ പറ്റിയിട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാഷിറിന്റെ ഉമ്മയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ, പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതിൽ നിന്നാണ് വാഴ 2ന്റെ ഭാഗമായത് ശരിക്കും. പക്ഷെ വാഴ 2ലാണ് ഫുൾ ലെങ്ത് ഒരു പരിപാടി. വ്യസന സമയത്തിലുള്ള വാഴ 2 കറക്റ്റ് ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും വല്ലാത്തൊരു ഇമോഷൻസ്. കാരണം ചില സമയത്ത് ഈ ഹാഷിറി എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക്
വിളിക്കുന്നത്. ആ കൊച്ചു കളിച്ചോണ്ടിരിക്കും. അല്ല എനിക്ക് വേറെ ഞാൻ ഈ പറയുന്നില്ലേ, നമ്മുടെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഒരിക്കലും കടന്നു പോകാത്ത സിറ്റുവേഷൻസ് ആണ് ആ സിനിമയിൽ ഞാൻ ചെയ്തേക്കണേ. അതിലുള്ള ഒരു കണക്ഷൻസ് എനിക്കില്ല. കാരണം ഇപ്പൊ പ്രഗ്നൻസി പീരീഡ്, കുട്ടിയെ വളർത്തുക, അല്ലെങ്കിൽ അവരുടെ പഠിപ്പ്, അവരുടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തയ്യൽ ജോലി ചെയ്യുക, അപ്പൊ അങ്ങനത്തെ ഒന്നും എൻ്റെ റിയൽ ലൈഫിൽ ഇല്ല. തികച്ചും ഒരു ഇതും നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയതിൽ നല്ലൊരു ക്യാരക്ടറാണ് അത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് എല്ലാവർക്കും, പക്ഷെ അത് എവിടെയും അങ്ങനെ ഒരു കഥാപാത്രത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. എല്ലാവർക്കും എന്നോട് ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് ചെയ്യുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും അവർ പറയുന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെ ആയിരുന്നു, അനിയൻ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അനിയത്തി വന്ന സമയത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു, എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ അനിയനെ അല്ലെങ്കിൽ അനിയത്തിനെ സ്നേഹിക്കുമായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ മീനിന് തീറ്റ കൊടുക്കുന്നത് ശരിക്കും ഇയാളുടെ മാത്രല്ല, എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്രക്ക് ബോധമില്ല ഇതൊക്കെ ചോദിച്ചിട്ട്. ഇത്ര ബോധമില്ല, അപ്പം അല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ്. ഒരു മീനിന് എത്ര തീറ്റ കൊടുക്കണം എന്ന് പോലും അറിയാത്ത സ്ത്രീകൾ ഉണ്ട് എന്നുള്ള റെപ്രസെന്റേഷൻ കൂടിയാണ് ഞാൻ. കാരണം ഞാൻ ചിന്തിച്ചു, അങ്ങനെയുള്ള സ്ത്രീകളുണ്ടോ? ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫുഡ് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഫീഡ് ചെയ്യണം എന്ന് അറിയാത്തവരുണ്ട്. അവർക്ക് അവരുടെ വീട് എങ്ങനെ ഡെയിലി നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവാം, ഫുഡ് ഉണ്ടാക്കണം, കുട്ടികളെ നോക്കണം, അത് മാത്രമേ ഉള്ളൂ അവരുടെ ലോകം എന്ന് പറയണത്. അപ്പൊ അങ്ങനത്തെ ലേഡീസും ഉണ്ട്. അപ്പൊ അതിലൊരാളായിരുന്നു ഞാൻ. അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതെ, പിന്നെ ഇനി എനിക്ക് പകരം വേറൊരാളെ അതിനകത്ത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു. റീപ്ലേസ് ചെയ്യാൻ ഇനി പറ്റില്ല, ചേച്ചി കറക്റ്റ് ആയിരുന്നു, ആപ്റ്റ് ആയിരുന്നു, വേറൊരാളും ഇനി ആ ക്യാരക്ടർ ചെയ്താലും നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് എന്താ പറയാ, എനിക്ക് അവാർഡ് കിട്ടിയതിന് തുല്യമായിരുന്നു ശരിക്കും പറഞ്ഞത്. കാരണം ഏജ് ആണെങ്കിലും, കാരണം ആ ഒരു ക്യാരക്ടറിന് ഒരു ഏജ് ഉണ്ടല്ലോ, അതും നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ഞാനിപ്പോ ഇപ്പൊ കാറിൽ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ, അതുകൊണ്ടാണ് എന്നോട് ഷീറിന്റെ ഉമ്മ, എനിക്കൊരു ഡൗട്ട്. കാരണം നേരിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പം അത് ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ക്യാരക്ടർ ആവാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടാണ് ശരിക്കും. പിന്നെ എനിക്ക് ആ ക്യാരക്ടർ ശരിക്കും ഇത് എത്തിക്കാൻ പറ്റിയതിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടറിനാണെങ്കിലും ഒക്കെ പുള്ളി സവിൻസ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ അടുത്ത് വന്നിരുന്ന്, ചേച്ചി ഇന്ന അടുത്ത പോകുന്ന സീൻ ഇതാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്താൽ മതി. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ്. കാരണം നമ്മൾ സ്കിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഓവർ ആക്ഷൻ ആയി പോവോ? കാരണം സ്കിറ്റിൽ നമ്മളെല്ലാം എക്സാജറേറ്റ് ചെയ്തിട്ടാണല്ലോ ഓരോ ഇമോഷൻസും. അതിപ്പോ സന്തോഷമാണെങ്കിലും കരച്ചിലാണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം ഓവർ ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ ആളുകളിലേക്ക് അത് അത്രയും നമ്മൾ സ്കിറ്റിലൊക്കെ വന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചാലൊന്നും ആൾക്കാർക്ക് ആ ഒരു കൗണ്ടേഴ്സോ അല്ലെങ്കിൽ ആ ഒരു കോമഡി കിട്ടണമെന്നില്ല. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും എൻ്റെ ടെൻഷൻ അതാ, നമ്മൾ ചെയ്യുന്നത് ഓവറായി പോകുന്നുണ്ടോ, ഓവറാവുണ്ടോ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ സവിനോട് ചോദിക്കുമ്പോഴേ സവിൻ പറയും, ഇല്ലേ ചേച്ചി ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയില്ലല്ലോ, റീടേക്ക് ചെയ്യില്ലേ. അപ്പൊ ചേച്ചി ഒരു ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ അത്രയും കൂളാക്കി കംഫർട്ടാക്കിയാണ് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. അതും പറയണമല്ലോ, കാരണം അതുകൊണ്ടും കൂടിയാണ് അത്രയും നമുക്ക് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റിയത് ശരിക്കും. ആ ലാസ്റ്റ് സീനപ്പ് അങ്ങനെയായിരുന്നു വാഴ 2 അവരെ നോക്കി അവർ മീൻ അക്വേറിയത്തിൽ ഇടുമ്പോ ഒരു ചെറിയൊരു സ്മൈൽ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ചേട്ടനൊക്കെ പറഞ്ഞത് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാന്ന്. അതായത് ഞാൻ അവരെ നോക്കിയിട്ട് ആ ഒരു ഡയലോഗ് പറഞ്ഞാൽ ചിരിച്ചു നിൽക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാധനം. മറ്റേ സീന്റെ ദേഷ്യം അവിടെ മാറുന്നുണ്ട്. അതെ, അത് ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ അതാ പറഞ്ഞത്, അത് എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, ചേച്ചി ചിരിക്കുമ്പോൾ ഓവറാക്കല്ലേ, ഓവറായിട്ട് ചിരിക്കരുത്, വളരെ മൈന്യൂട്ട് സർട്ടിലായിട്ടുള്ള ചിരി മതി എന്ന ഡയലോഗ് പറയണം. പക്ഷെ ഇനി മക്കൾ തമ്മിൽ അടി കൂടൂലല്ലോ, ഇനി കൂടുവോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടാവണം. എന്നാ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയി എന്നുള്ളൊരു സന്തോഷം വേണം. എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട്, അതാ ഞാൻ പറഞ്ഞത്. ഒരു സ്ട്രിക്റ്റ് മൗമിന്ന് ഇറങ്ങി വരാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഇമോഷൻസ്. അതുകൊണ്ടാണ് ഈ ലാലേട്ടനെയും മമ്മൂക്കനെയൊക്കെ ലെജൻസ് എന്ന് വിളിക്കുന്നത്. കാരണം
അവര് സിനിമ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു കണ്ണിലുണ്ടല്ലോ അവരുടെ എല്ലാ എക്സ്പ്രഷൻ, ആ സീനിൽ ത്രൂ ഔട്ട് എന്ത് ഇമോഷൻ ആണെന്നുള്ളത് അവരുടെ കണ്ണിലുണ്ട്. അത് ഭയങ്കര ടഫായിട്ട് എനിക്ക് ലാലേട്ടന്റെ കൈവിരലുകൾ അഭിനയം എക്സാക്ട്ലി ഭയങ്കര ടഫാണ് അത്. എന്ന് വിളിക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അതെ. എന്തൊക്കെ ടിപ്സാ കൊടുക്കാറ് ഇപ്പോ അശ്വതി ചേച്ചി ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ, ഇപ്പൊ സ്റ്റേജ് സിനിമ എന്തോ ആയിക്കോട്ടെ, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറക്ക് ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ടിപ്സാ കൊടുക്കാം? കാരണം കുറെ വർഷം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. എന്തായാലും ആകെ കൂടി ഒരു ടിപ്സേ ഉള്ളൂ, കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് പൊളിച്ചിട്ട് വന്നല്ലാണ്ട് അപ്പുറത്തേക്ക് ഞാനൊന്നും പറയാറില്ല. ആ സ്റ്റേജിലോട്ട് ഇപ്പൊ കയറുന്നോടത്താണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ഹഗ് ചെയ്ത് അടിപൊളിയായിട്ട് പോവാം. ഇതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറയാറില്ല, എനിക്ക് അതിന്റെ ആവശ്യം വരാറില്ല. അപ്പൊ എന്തായിരുന്നു വാഴ 2 കണ്ടതിന് ശേഷം ആദ്യം എന്താ പറഞ്ഞു? നിങ്ങൾ ഒന്നിച്ചിരുന്നല്ലേ കണ്ടത്? അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് ഒരു റിയാക്ഷൻ? കൊറേ നേരത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കും കുറെ നേരത്തെ അടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആലോചിച്ചു, പുള്ളി എന്നോട് ഒന്നും പറയുന്നില്ല, ഞാൻ പുള്ളിയോട് ഒന്നും പറയുന്നില്ല, ഇതിനെ പറ്റിയേ സംസാരിച്ചിട്ടില്ല ഞങ്ങള്. അവസാനം ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും പറയുന്നില്ല. ഇവരടുത്ത എന്താ പ്രൊമോഷൻ എന്തോ ഭാഗമായിട്ട് ഇവരടുത്ത വണ്ടിയിൽ കയറിപ്പോയി. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവര് ഏതൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എവിടെയുള്ളത്? പോവല്ലേ? ഓക്കെ. ഈ കൊറേ നേരത്തേക്ക് ഒന്നും സംസാരിച്ചില്ല. അറിയില്ല. ചില ഫസ്റ്റ് ഷോ എല്ലാവരുടെയും കൂടി ഇരുന്ന് കണ്ടു. ഫസ്റ്റ് ഫ്രെയിം ഇയാളുടെ കാണുന്നു. മാത്രല്ല ആ കരച്ചില് തൊട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് മറ്റേ സ്കീം അറിയാൻ പാടില്ലല്ലോ, പിടിച്ചിരിക്കും ഈ സാധനം കറിയാൻ കരച്ചില് വേണം. നമ്മളങ്ങനെയായിരുന്നു, എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. കരയുന്നില്ല, മറ്റുള്ളവർ കാണണ്ട, അങ്ങനെയാണ്. ഭയങ്കര ഇമോഷണലി ഭയങ്കര ടച്ചായി എല്ലാതും. അതിൽ ത്രൂ ഔട്ട് ആ പടം കണ്ടിട്ട് അങ്ങനെയായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ഗെയിമിലേക്കും കൂടി പോയിട്ട് നമുക്ക് പണിയാവോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ടോ? അതായത് ഡിസ്കഷൻ അല്ല, നിങ്ങളിങ്ങനെ സ്വയം ഈ ആളായിട്ടുള്ള ഫ്യൂച്ചർ എന്താകും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇമാജിനേഷൻ ഭയങ്കര ബ്ലഷ് ചെയ്തിട്ടുള്ളത് പറയുന്നത്? അത് സ്വാഭാവികമല്ലേ, ആൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളായിരിക്കുമല്ലോ അത് ആലോചിക്കുക. എങ്ങനെയുണ്ടാവും, എവിടെയായിരിക്കും നമ്മൾ കറങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യം ട്രാവലിംഗ് ആണ് ഞങ്ങള്. അപ്പോൾ അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി എവിടെ പോകണം, ഒരുമിച്ച് എങ്ങനെയൊക്കെ പോവും, യാത്രകൾ. മാസം ഒരു ട്രിപ്പ് പോവാ, ഞങ്ങൾ മിക്കവാറും ട്രിപ്പ് പോവാ. മാസത്തിലും ഇത്രയും ഷൂട്ടോ അല്ലെങ്കിൽ ഇത്രയും തിരക്കുകളോ ഒന്ന് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബൈക്ക് എടുത്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് എങ്കിലും പോയി. ഇത്രയും നമ്മൾ ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്ന് പോയി വന്നു ഫ്രീ ആവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ വർക്കിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കാറൊന്നുമില്ലാന്ന്, പക്ഷെ മിസ് ചെയ്യാറുണ്ടോ? അതല്ലേ ആ മിസ് ചെയ്യുന്നു എന്നുള്ള സമയത്ത് ഒന്നല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാൾ വിളിച്ചിരിക്കും. ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു, ഒരുപാട് തവണ ഒന്നുകിൽ ഞാൻ ചിന്തിക്കുമ്പോ പുള്ളി വിളിക്കും, അല്ലെങ്കിൽ പുള്ളി ചിന്തിക്കുമ്പോ ഞാൻ വിളിക്കും. കിച്ചു ഒരുപാട് തവണ ഫോൺ എടുത്തിട്ട് പറയും ഞാൻ ഇപ്പൊ വിളിക്കാൻ അങ്ങോട്ട് തുടങ്ങായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ പറയും എടാ ഞാൻ ഫോൺ എടുക്കായിരുന്നു നിങ്ങളെ വിളിക്കാൻ. അങ്ങനെ ഒരുപാട് തവണ നമ്മള് ഈ വർക്ക് പ്രഷർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കുറെ ദിവസം കാണാത്ത ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി അടുത്ത മാസം കാണുള്ളൂ. മെയിലാണ് ഞാൻ ഇന്നിപ്പോ ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രാണ് പോണേ. പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മാസം മുഴുവനും വർക്ക് ഉണ്ട്. അപ്പൊ പിന്നെ ഇനി നെക്സ്റ്റ് മന്ത് എനിക്ക് കാണില്ല. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ടൈമിൽ എന്തായാലും വിളി വരും. തോന്നി ഓൺ ദ സ്പോട്ടിൽ വിളി വന്നിരിക്കും. എപ്പോഴെങ്കിലും അതായത് സ്വയം വഴക്കുണ്ടാവാറുണ്ടോ നിങ്ങൾ തമ്മിൽ? വഴക്കില്ലാതെ നല്ല വഴക്കുണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ അവരവര് തന്നെ വഴക്കുണ്ടാക്കാനുള്ള കാരണം ഉണ്ടാക്കിയിട്ട് അവര് തന്നെ പോയിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പൊ വഴക്കുണ്ടായി, അതിനുള്ള റീസൺ ചേച്ചിയാണ്, ചേച്ചി തന്നെ പോയിട്ട് സോറി പറയാ, അങ്ങനെ അങ്ങനത്തെ ഈഗോ ഒന്നുമില്ല? ഒരു ദിവസത്തേക്ക് അപ്പുറത്തേക്കൊന്നും എനിക്ക് ഒട്ടുമില്ല. ശരിയെങ്കിലും ഉള്ളത് ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് കുറച്ച് ബലം പിടിക്കുന്ന ഒരാള് ഞാനായിരിക്കും. ഓക്കെ, പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സർപ്രൈസസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടീസ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ, ചെയ്തിട്ടുണ്ടോ?
ഉണ്ട്. ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതെന്താ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടോ? അതിന്റെ അതിന്റെ ഉത്തരവാദിത്തം പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഞാനാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ഞാനാണ്. അതിന് സർപ്രൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഞാനാ. സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ. പുള്ളിക്ക് അങ്ങനെ ഭയങ്കര സർപ്രൈസസ് ഒക്കെ കൊടുത്ത് സ്നേഹം അങ്ങനത്തെ എക്സ്പ്രസ് അങ്ങനെയൊന്നുമില്ല. ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പക്ഷെ അത് വല്ലാത്ത സർപ്രൈസ് ആയി പോകും. ഓക്കെ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. അതായത് പുറത്തു പോകാൻ വേണ്ടി റെഡി ആവുന്ന സമയത്ത് രണ്ടുപേരും പുറത്തു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളിങ്ങനെ റെഡി ആവാൻ കുറേ സമയം എടുത്ത് മറ്റേ ആളെ വെയിറ്റ് ചെയ്യിക്കാറുണ്ടോ? ഉണ്ടോ? ഞാനല്ലാന്ന് മാത്രം. ഞാനല്ല, സോറി, തെറ്റി പറഞ്ഞത്. അല്ലേ, സോറി. ഉണ്ടല്ലേ, സ്വാഭാവികം. എത്ര മണിക്കൂർ എടുക്കും അതിന്റെ പേരിൽ? 10 മണിക്ക് ഒരു സ്ഥലത്ത് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കും? ചേട്ടൻ പറ, ചേട്ടൻ കറക്റ്റ് അറിയാം. അല്ല, എവിടേക്കെങ്കിലും ഇറങ്ങാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു 10 മണിക്കൂർ സ്ഥലത്തേക്ക് എത്തണം. എനിക്ക് ഓക്കെ ആയിരിക്കും, ഞാൻ ഓക്കെ ആയിരിക്കും. ഇവിടെ അത് പരിപാടി അങ്ങ് തുടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ 10 മണിക്കാവും വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടാവും. മനസ്സിലായി? അത് അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് നിങ്ങക്ക് ഒരുങ്ങാനുള്ള സമയം വേണല്ലോ. നമുക്ക് പിന്നെ കുറെ സമയം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക, ഡ്രസ് ചെയ്യുക. ചിലപ്പോ അയൺ ചെയ്യേണ്ട ഡ്രസ്സാണെങ്കിൽ അയൺ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അത്രയ്ക്കല്ലേ ഉള്ളൂ ഇവർക്ക്. ഇപ്പൊ കരി എഴുതണമെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പോ ഇവര് പൗഡർ മാത്രമായിരിക്കും, ചിലപ്പോ അതും ഉണ്ടാവൂല. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തന്നെ എടുക്കും കുറെ ടൈം. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഓരോ മേക്കപ്പ് ഞാൻ അങ്ങനെ പുറത്തു പോകുമ്പോ അധികം മേക്കപ്പ് ചെയ്യുന്ന ആളല്ല. അത് ആൾക്കറിയാം. ഇത്രേ പറയുള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ വന്ന 1.5 മണിക്കൂർ എടുക്കും ഞാൻ. അതെടുക്കും. ഇപ്പൊ മുടി എങ്ങാനും കുളിച്ചിട്ടാണ് അത് പറഞ്ഞത്. നമുക്ക് അത് മുടി ഒന്ന് ഉണക്കി അത് സെറ്റ് ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് കമ്പൽസറി ആണ്. കരിയൊന്നും വരയ്ക്കണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ ഞാൻ ഫേസിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോ സെറം, പിന്നെ ഈ സൺസ്ക്രീൻ, പിന്നെ മോയ്സ്ചറൈസർ, അത്രയും മാത്രമേ ഇടാറുള്ളൂ നോർമലി. തെറ്റ് പറയില്ല കേട്ടോ. നിങ്ങളുടെ ഒരു പ്രൊഫഷനില് മെയിൻ ആയിട്ട് നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ഫിസിക്കും നിങ്ങളുടെ മുഖമാണ്. അത് നിങ്ങൾ കെയർ ചെയ്യുക. അത് പുള്ളി എപ്പോഴും പറയാറുണ്ട്. പക്ഷെ പുള്ളി പറയുന്നത് നിനക്ക് ടൈം എടുക്കുമെങ്കിൽ നീ അതിന് മുന്നേ എടുക്കണം എന്ന്. അതേ ടൈം നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യ്. അല്ലാണ്ട് ടൈം ആവുമ്പോ എഴുന്നേറ്റ് പെട്ടെന്ന് ഇങ്ങനെ ആവണം എന്നല്ല, ഒരു ടൈം എടുത്ത് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഞാൻ ഞാനാ പോസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ചില ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് നേരത്തെ എല്ലാം സെറ്റായിട്ട് നിൽക്കും. പിന്നെ പുള്ളി ആണെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ എഴുന്നേറ്റിട്ട് പുള്ളിക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ലേറ്റ് ആവും. അപ്പൊ ഞാനിവിടെ റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പുള്ളിയല്ലേ പറയണേ. എനിക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം വേണ്ടി പറയാൻ, അതിന് വേണ്ടിയിട്ടൊക്കെ പറയും. ഓക്കെ ഓക്കെ. എപ്പോഴെങ്കിലും കോൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങി പോയിട്ടുണ്ടോ? ഒരുപാട് തവണ. കാര്യം വർക്ക് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഉറക്കം വരുമ്പോ തന്നെ അറിയാം. അവിടെ നിന്ന് ഉറക്കം വന്നാലേ എനിക്ക് ഉറക്കം പിന്നെ ഹലോ ഹലോ എന്ന് പറയുമ്പോ അനക്കല്ലാണ്ട് മനസ്സിലാവും ഉറങ്ങിയതൊക്കെ. പിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിക്കൂല, കട്ട് ചെയ്ത് വെക്കും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, എപ്പോഴെങ്കിലും പാർട്ട്ണറിന്റെ ഈ നമ്മളിങ്ങനെ സില്ലി, അതായത് കോമഡി ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടാവില്ല, ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്ന അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും കോപ്രായം കാണിക്കുന്ന സാധനങ്ങളോ അതൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുന്ന പരിപാടീസ് ഉണ്ടോ? അങ്ങനെ ഇല്ല. എടുക്കുന്നെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കുള്ളൂ. അങ്ങനത്തെ സ്റ്റിക്കർ ആക്കുന്ന പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെ എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ആകെ കൂടി ഞങ്ങൾ ഒരിക്കൽ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇത് മാറ്റി കൊടുക്കുമല്ലോ, എഫക്റ്റുകൾ ഇങ്ങനത്തെ കുറെ ഇതുണ്ട് മാറ്റി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഇത് വന്നപ്പോ മാത്രം ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്നുള്ള. അല്ലാണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ല. ഓക്കെ. എപ്പോഴെങ്കിലും പാർട്ട്ണറിന് വിയേർഡ് നിക് നെയിംസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ അങ്ങനെയില്ല, സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. അല്ല പിന്നെ വേറൊരു നിക്നെയിം അല്ല, പക്ഷെ പുള്ളിക്ക് ഒരു നമ്മൾ തല്ലുകൂടല്ല. അതായത് ഇപ്പം അതെന്താ പറയാ, ചില സമയത്ത് തോറ്റു കൊടുക്കണം. ഞാൻ തമാശക്ക് തോറ്റു കൊടുക്കുമല്ലോ, ആ സമയത്ത് എന്നെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കും. എന്താ
പറയട്ടെ. അതെ അതായത് ഇപ്പം പുള്ളി ഇപ്പം പിന്നെ എന്നെ ഇക്കിളിയാക്കാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊസറാക്കുള്ളി പറഞ്ഞു എന്ന് പറയും, ഇവരുടെ ഇതിൽ പറയും. അതായത് എന്തെങ്കിലും തർക്കുത്തരം അല്ല, തമാശക്കുള്ള തർക്കുത്തരം പറയില്ല. അങ്ങനെ പറയുമ്പോ കൈ കെട്ടിച്ച് അങ്ങനെയാണോ എന്നാ എന്നുവെച്ചാ എനിക്ക് ഇക്കിളിയാക്കുന്നത് ഭയങ്കര, എനിക്ക് പറ്റില്ല. ഇക്കിളി ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പുള്ളി എപ്പോഴും ആക്കി വെച്ചിട്ട് ഇക്കിളിയാക്കാൻ നിൽക്കും. അപ്പൊ അത് വിടണമെങ്കിൽ ഞാനൊരു ഡയലോഗ് പറയണം, എന്നാൽ മാത്രമേ പുള്ളി ഞാൻ തോറ്റു എന്നാണ് എന്റെ അർത്ഥം. പണ്ടത്തെ കുട്ടിയോട് എന്താ ഡയലോഗ് പറയട്ടെ? കാക്കയുടെ മൂത്ര അശ്വതി കുടിച്ചു. ഇത് നമ്മൾ പണ്ടത്തെ കുട്ടിയോട് പറയും. എപ്പോഴും എന്നെ കൊണ്ടത് പറയിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു സാധനം കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഇതേപോലെ ഒരു സമയത്ത് എന്നോട് പറയും, ഞാൻ വിടണമെങ്കിൽ നീ ഈ ഡയലോഗ് പറയണം. ഞാൻ ചോദിച്ചു ഏത് ഡയലോഗ്? എന്ത് വേണമെങ്കിലും ഞാൻ പറയാം. കാക്കയുടെ മൂത്ര അശ്വതി കുടിച്ചു. ഞാൻ അയ്യേ ഇതിപ്പോ ഇവരുടെ വീട്ടുകാരൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ഞാൻ പിന്നെ ഞാൻ ഇതുപോലെ കാക്കയുടെ മൂത്ര അശ്വതി കുടിച്ചു, കാക്കയുടെ മൂത്ര അശ്വതി കുടിച്ചു. ഒന്ന് ചെയ്യോ? അങ്ങനെ ഞാൻ പറയണം. ഒരു 3-4 തവണ ഞാൻ പറയുമ്പോ വിടും. പൊക്കോന്ന് പറയും. അതെന്താ ആ ഒരു ഡയലോഗ്? വേറെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്ത് കുട്ടികൾ തെറ്റൊക്കെ ചെയ്തു വരുമ്പോ നമ്മൾ അടിക്കില്ലല്ലോ, പകരം വടിയെടുത്ത് വെച്ചിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് പറയും തെറ്റ് പറ്റില്ല പറ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു ഡയലോഗാണ്. ഞാൻ പക്ഷെ എന്റെ ഗതികേടോ നമ്മള് തെറ്റ് പറ്റി 200 കോടി അത് ഞങ്ങളുടെ രണ്ടുപേരുടെ എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ മറ്റേ എന്താ പറയാറിയോ, ഈ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ലുക്ക് മാത്രമുള്ളതല്ലേ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും തല്ലുകൂടലില്ല. കളി എന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര വൈബാണ്. അവര് നമ്മുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളൊരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങനൊന്നുമില്ല. ഞങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ഇപ്പൊ വഴക്ക് കൂടുന്നതാണെങ്കിലും ഓപ്പൺ ആയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ടിൽ. അപ്പൊ പറയും കെട്ടിച്ച് തന്നെ എന്നെ, എനിക്ക് എന്റെ ഗതികേട് അച്ഛനും അമ്മയോടൊക്കെ അങ്ങനെയൊക്കെ പറയും പുള്ളി. അവർക്ക് ചേച്ചി പറയും അങ്ങനെയൊക്കെ പറയും. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ്. ഞങ്ങക്ക് അങ്ങനെ റെസ്പെക്ട് ആണ്. പക്ഷെ എന്നാലും നമ്മുടെ ഇടയിലുള്ള ഒരു ബോണ്ട് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് സംഭവം. ചേച്ചിനൊക്കെ എപ്പോ കണ്ടാ അയ്യോ വിട്ടു. ഇത് ഇന്റർവ്യൂ ഔട്ടായി കുടിച്ചു. അതെ ഇതായിരിക്കും. എന്നിട്ട് അപ്പൊ ഇത് കേടുമ്പോ ശരിക്കും കുട്ടി കുടിച്ചോ. ഇനിയിപ്പോ നാളെ വേറെ പേജ് വരും, വാഴ 2 ആക്ട്രസ് കാക്കയുടെ എന്താ കൊള്ളാം. ശരിക്കും കാക്കക്ക് മൂത്രമുണ്ടോ? അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ഒരു സാധനം പറയുന്നത്. ഇല്ലല്ലേ? ഇല്ലല്ലോ. ആ വൈറ്റ് കാഷ്ടത്തിനായിരിക്കും ഉദ്ദേശിച്ചത്. അതിന്റെ മോളിലേക്കൊക്കെ അത് പറയല്ലേ. എനിക്ക് തോന്നുന്ന ആ സാധനം ഇല്ലാത്തോണ്ടായിരിക്കും. പേടിപ്പിക്കാൻ വേണ്ടി വടിയെടുത്ത് പറയുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ. ഞാൻ ചെറുപ്പത്തിലൊക്കെ എടുക്കുന്ന സംഭവമാണ്. അത് വെറുതെ ഇതായി പോണത്. എന്നാലും ഇങ്ങനെ പറഞ്ഞ ജ്യൂസ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. കാക്കയുടെ മൂത്രം ഒന്നും അയ്യോ എന്നെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറഞ്ഞു പോണത്. ഞാൻ ഇതെടുത്ത് ഫസ്റ്റ് അയ്യോ. ഓക്കെ അപ്പൊ എന്നാലും ഇതേപോലെ അടിപൊളിയായിട്ട് പോട്ടെ ഇടയ്ക്ക്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് കുറെ നല്ല നല്ല സിനിമകളുടെയും സ്റ്റേജ് ഷോസിന്റെയും നാടകങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് നല്ല നല്ല വർക്കൊക്കെ ചെയ്തു മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വാഴ 3 ഉണ്ടോ?
അതറിയില്ല. ഉണ്ടാവാൻ എനിക്ക് അതിന്റെ സാധ്യതയില്ല. കാര്യമില്ല. കാരണം പിന്നെ ഇനി സാറിന്റെ സ്ക്രിപ്റ്റ് പോലെ ഇരിക്കും, എങ്ങനെയാണ് സാർ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ല. നിലവില് ചിലപ്പോ ഉണ്ടാവാം, ഒരു ധാരണയില്ല. ഉണ്ടാവാതിരിക്കാം, അറിയില്ല. അല്ല, നിലവിലൊരു ധാരണയില്ല. ഇല്ല. ഓക്കെ, എന്നാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.